നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭവനത്തിലേക്ക് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രഭാവമുണ്ടാകുന്നതിനായി നാം പലതും ചെയ്തു വയ്ക്കാറുണ്ട്. അതിലൊന്നാണ് ഫെങ് ഷൂയി പ്രതീകങ്ങൾ. ഭാരതത്തിൽ നിന്ന് കടത്തപ്പെട്ട പ്രതീകം ലക്ഷണം എന്ന ഗ്രന്ഥത്തിൻ്റെ ആധാരമാണ് ഈ ഫെങ് ഷൂയിലെ പ്രതീകങ്ങൾ. അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ഭാരതത്തിലെ തന്നെ ചിലർ അതിനെ അംഗീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തെപ്പറ്റി വിസ്താരമായി മുമ്പും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഫെങ് ഷൂയി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന ആദ്യത്തെ പ്രതീകമാണ് ലാഫിംഗ് ബുദ്ധ. പിന്നെ വിൻചെയിൻ, മണി പ്ലാന്റ്, 3-legged പ്രോസ്പെരിറ്റി ഫ്രോഗ്, ഡ്രാഗൺ, ക്രിസ്റ്റൽ ബോൾ, ടോർട്ടോയിസ്, അക്വേറിയം ഇവയെല്ലാം ഫെങ് ഷൂയി പ്രതീകങ്ങളാണ്. ഭവനത്തിനുള്ളിലെ ചില ക്രമീകരണങ്ങൾ പോലും ഭവനത്തിലും കുടുംബാംഗങ്ങളിലും ഊർജ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ആദ്യകാലത്ത് മനുഷ്യൻ ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നത് ഈ പ്രതീകങ്ങൾ വഴിയാണ്. നാം ഇന്ന് കാണുന്ന പല പ്രതീകങ്ങളും അതിൽ നിന്ന് ഉത്ഭവിച്ചത് തന്നെയാണ്. ഒരു രാജ്യത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ പാരമ്പര്യം, സംസ്കാര മൂല്യങ്ങൾ, ഐക്യം എന്നിവയെ പ്രകടിപ്പിക്കാനും ഇതുപോലെ പ്രതീകങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളതായി നമുക്ക് കാണാനാകും. ഉദാഹരണം, ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളെ തന്നെ എടുക്കാം. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളിൽ കടുവ പവർ അഥവാ ശക്തിയെ സൂചിപ്പിക്കുന്നു. താമര ഹോളിനെസ് അഥവാ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. മയിൽ എലാഗൻസ് അഥവാ ചാരുതയെ സൂചിപ്പിക്കുന്നു. വടവൃക്ഷം ഇമോർട്ടൽ അഥവാ അനശ്വരത്തെ സൂചിപ്പിക്കുന്നു. അശോകസ്തംഭം ബ്രേവ് അഥവാ ധീരതയെ സൂചിപ്പിക്കുന്നു. ഇതുപോലെ ഒന്നും പ്രത്യേകം എടുത്തു പറയാതെ തന്നെ കാര്യങ്ങളെ ബോധമനസ്സിലേക്ക് എത്തിക്കുവാൻ ഈ പ്രതീകങ്ങൾക്ക് സാധിക്കുന്നു, അല്ലേ? പ്രതീകങ്ങൾക്ക് പ്രത്യേക ഭാഷയുടെ ആവശ്യമില്ല. എന്നാൽ അത് വേണ്ട വിധം ഉപയോഗപ്പെടണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഗുണങ്ങളെപ്പറ്റിയും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയുമുള്ള അറിവ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഈ പ്രതീകങ്ങൾ പ്രവർത്തനരഹിതമാണ്. ഈ പറഞ്ഞ കാര്യം സത്യമാണോ എന്നറിയാൻ പ്രത്യേകം വിവരണം ആവശ്യമില്ല. ഒന്ന് നല്ലതുപോലെ ആലോചിച്ചു നോക്കിയാൽ മതി. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം ഇതാണ്. അശോക സ്തംഭത്തെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം അത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടാൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് പല ഫെങ് ഷൂയി പ്രതീകങ്ങളും. ഉദാഹരണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ലാഫിംഗ് ബുദ്ധ. ലാഫിംഗ് ബുദ്ധ ബുദ്ധ സന്യാസിയുടെ ഒരു ശിഷ്യനാണ്. ഈ കാര്യം ചൈന, മലേഷ്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലുള്ള ജനങ്ങൾക്ക് സുപരിചിതമാണ്. അങ്ങനെ ആകുമ്പോൾ അവർക്കാണ് ലാഫിംഗ് ബുദ്ധ എന്ന പ്രതീകം കൂടുതൽ കാര്യക്ഷമമാകുന്നത്, അല്ലേ? ഇന്ത്യയിൽ അതേ സ്ഥാനത്ത് കുബേരനെയാണ് വെക്കേണ്ടത്. ലാഫിംഗ് ബുദ്ധയെ വെക്കാനായി ഫെങ് ഷൂയി സജസ്റ്റ് ചെയ്യുന്നത് വടക്ക് ദിശയിൽ, അല്ലേ? വേദങ്ങളിൽ കുബേരന്റെ സ്ഥാനമോ വടക്ക് അളകാപുരിയിൽ, അല്ലേ? ഇതുപോലെ മിക്കതിലും ഇതുപോലെയുള്ള സാമ്യം നമുക്ക് കാണാനാകും. ഫെങ് ഷൂയിൽ പറയുന്ന ഒരു ഫലവത്തായ പ്രതീകമാണ് ബാംബു പ്ലാന്റ്. ഇത് നമ്മൾ വളർത്തുമ്പോൾ, അതായത് ബാംബു പ്ലാന്റ് നടുമ്പോൾ ലഭിക്കേണ്ട ഗുണങ്ങൾ ലഭിക്കുവാനായി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം ബാംബു പ്ലാന്റ് വളർത്തുമ്പോൾ ലഭിക്കുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ഒന്നാമത്തേത്, അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് വായുവിനെ ശുദ്ധീകരിക്കാൻ ഈ മണി പ്ലാന്റിന് സാധിക്കുന്നു. രണ്ടാമത്തേത്, വീടിന്റെ ഉൾവശം മനോഹരമാക്കി വയ്ക്കാൻ ഈ ബാംബു പ്ലാന്റിന് സാധിക്കും. ഒരു പ്രകൃതിദത്തമായ ഭംഗിയും ഇത് നൽകുന്നു. അടുത്തത്, വീട്ടിനുള്ളിലെ പച്ചപ്പ്. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സമാധാനം ലഭിക്കാനും ഉപകരിക്കും. അടുത്തത്, ലാക്കി ബാംബു ഈർപ്പത്തെ പുറത്തേക്ക് വിടുന്ന ഒരു സസ്യമാണ്.
അതുകൊണ്ട് തന്നെ മുറിയിൽ എപ്പോഴും ഈർപ്പത്തെ നിലനിർത്താൻ സഹായിക്കുന്നു. വീടിനുള്ളിലെ വരണ്ട അന്തരീക്ഷം ഉണ്ടാവുന്നതിനെ ഇത് തടയുന്നു. അടുത്തത്, ഏത് സാഹചര്യത്തിലും അധികം പരിചരണം ആവശ്യമില്ലാതെ വളരുന്ന ഈ ബാംബു പ്ലാന്റ് വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ സഹായകമാണ്. ഇനി ബാംബു പ്ലാന്റ് വീട്ടിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. നല്ല ശുദ്ധജലം മാത്രമേ ബാംബു പ്ലാന്റിൽ ഒഴിക്കാവൂ. രാസവസ്തുക്കൾ ചേർന്നതും മലിനമായ ജലം ലക്കി ബാംബുവിന് ഒഴിക്കരുത്. ലക്കി ബാംബുവിന് നേരിട്ടല്ലാത്ത സൂര്യപ്രകാശമാണ് ആവശ്യം. നേരിട്ടുള്ള സൂര്യപ്രകാശം ചെടി കരിഞ്ഞു പോകാൻ കാരണമാകും. ലക്കി ബാംബുവിന് വളമിടേണ്ട ആവശ്യമില്ല. അമിതമായി വളമിടുന്നത് ഒഴിവാക്കുക. വളമിടൽ 2-3 മാസം ഇടവിട്ട് മതിയാകും. ലക്കി ബാംബുവിന് വെള്ളം ഇഷ്ടമാണ്, പക്ഷേ അമിതമായാൽ ലക്കി ബാംബു അഴുകിപ്പോകാൻ ഇടയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെടി വെട്ടിവിടാൻ ശ്രദ്ധിക്കണം. ഇത് ചെടിയെ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കും. അതുപോലെ കേടായതും പഴയതുമായ ഇലകളെ ഒഴിവാക്കാനും മറക്കരുത്. അതുപോലെ അമിതമായ ചൂടും തണുപ്പും അതിജീവിക്കാനുള്ള കഴിവ് ലക്കി ബാംബുവിനില്ല. അതുകൊണ്ട് AC, അതുപോലെ ഹീറ്റർ എന്നിവയിൽ നിന്ന് അകറ്റി വെക്കുക. ഇനി വാസ്തുപ്രകാരം ലക്കി പ്ലാന്റ് എവിടെ വളർത്തണം എന്നതിനെ പറ്റി പറയാം. വീടിന്റെ കിഴക്ക് ദിശയിൽ നട്ടു വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടാൻ ഇത് സഹായിക്കും. തെക്ക് കിഴക്ക് ദിശയിൽ ബാംബു പ്ലാന്റ് നടാവുന്നതാണ്. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണപ്രദമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നന്ദി, നമസ്കാരം.